ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ എനിക്ക് കുറച്ച് നാട്ടുമാമ്പഴം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നോക്കിയപ്പോൾ തൈരില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ തൈര് പിടിക്കാൻ വിടാത്തതുകൊണ്ട് അത് നാളെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ അപ്പോൾ തന്നെ ആ മാമ്പഴം എടുത്ത് ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിലേക്ക് വെച്ചു. കാരണം ചാവ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആട് കിടന്നിടത്ത് കൂടില്ലാത്ത അവസ്ഥയാവും. കാരണം അത്ര മാമ്പഴം കുഴിച്ചാണ് ചാവു. എന്നിട്ട് അത് ഞാൻ ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് തൈര് മേടിച്ചുകൊണ്ട് വന്ന് അത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ ഇന്നലെ ചിക്കൻ മേടിച്ചത് അത് കുറച്ച് ഇന്നലെ കറി എടുത്ത് വെച്ചു. ബാലൻസ് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അത് ഇന്നെടുത്ത് ഫ്രൈ ചെയ്തുകൊണ്ട് ചിക്കൻ ഫ്രൈയും മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി ചാവനും ചോറ് കൊടുത്ത് ഞാനും ചോറുണ്ടു. ചോറൊക്കെ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അതേ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനായിട്ട് നിൽക്കുന്നു. ഏതാണ്ട് പൗർണമി സമയമായി എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ചന്ദ്രനെ നോക്കി നിന്ന സമയത്ത് ചാവ് പറയണത് അമ്മ ഒരു പൂ വിരിഞ്ഞിരിക്കണത്. ഞാൻ പയ്യൊന്ന് നോക്കി കഴിയുമ്പോൾ ശരിയാണ്, പൂ വിരിഞ്ഞിരുന്നത്. രാത്രിയുടെ ഇരുട്ടത്ത് നല്ല മഞ്ഞ പ്രകാശമുള്ള ഒരു പുഷ്പം. ഇതിന് ഞങ്ങൾ 4 മണിപ്പൂ എന്നാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയണതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് 4 മണിക്ക് വിരിയണമുണ്ടായിരിക്കും ചിലപ്പോൾ അതിന് 4 മണിപ്പൂ എന്ന് പറയണമെന്ന് എനിക്ക് തോന്നണേ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അരുണ്ട് വണ്ടിയുടെ ശബ്ദം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഗപ്പി കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കാണ്. തള്ളഗപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോഡി ചത്തുമായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ആ തളകപ്പിന് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇട്ടപ്പോൾ കുഞ്ഞുങ്ങൾ ആ തളകപ്പി ഇരുന്നിട്ടുണ്ട്. അതിനൊറ്റയ്ക്ക് ഒരു ബൗളിലേക്ക് ഇട്ടപ്പോൾ അതൊരു ചത്ത ശവം പോലെ ഇങ്ങനെ വിഷമിച്ച് കിടക്കണ കാരണമുണ്ട്. ആരും പറഞ്ഞു അതിനൊരു ജോഡി മേടിക്കണമെന്നും പറഞ്ഞ് പോയി അതിനൊരു ജോഡി മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതിനപ്പം തന്നെ അതിനും തള്ളകപ്പിയുടെ കൂടെ ഇടുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് മീനുകളെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മീനിൻ്റെ സന്തോഷമാണ് കാണുന്നത്. അതുങ്ങൾ കളിയായി ചിരിയായി എന്താ ഓട്ടം എന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ മീനുകൾ ഹാപ്പിയായി, അരുണ് ഹാപ്പിയായി. ബായ്.